അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നമ്മൾ ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ല. ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സർക്കാർ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ ഗവർണർക്ക് കത്ത് നൽകുന്നതിന് പകരം ഗവർണറുടെ ഒരു നിയമനാധികാരി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കോൺഗ്രസ് പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ഗവർണറിൽ നിന്നൊരു വിശദീകരണം, പിന്നീട് അദ്ദേഹം അതിനെ അനുസരിക്കുകയോ അതിനെതിരായി നിൽക്കുകയോ ചെയ്താൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാമെന്നുള്ളൊരു സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടലായിരിക്കാം അത്. തീർച്ചയായിട്ടും ഗവർണർക്ക് കത്ത് നൽകിയത് ആദ്യത്തെ ഒരു നടപടി എന്ന് കാണുകയാണെങ്കിൽ അതിന്റെ അടുത്ത പടിയായി ഗവർണറെ അപ്പോയിന്റ് ചെയ്ത രാഷ്ട്രപതിക്ക് ഒരു പരാതി നൽകുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഗവർണർ ഇപ്പോൾ തുടരെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങള് സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്രത്തിലെ കക്ഷിയുടേതല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർ സംസ്ഥാന ഭരണകൂടവുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം സുപ്രീം കോടതിയുടെ പരിഗണനയിലൊക്കെ വന്നിരുന്നു. പല കേസുകളിൽ നേരത്തെയുള്ള കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വീണ്ടും പറഞ്ഞത് ഗവർണർ ഒരു രാഷ്ട്രീയ സ്ഥാപനമല്ല, ഭരണഘടനാപരമായ ഒരു പദവിയാണ്. അത് ഭരണഘടനയെ സംരക്ഷിക്കാനും നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു സംസ്ഥാനം ഭരണം നടത്തിക്കൊണ്ടു പോകുമ്പോൾ കേന്ദ്ര നിയമങ്ങളും സംസ്ഥാനത്തിന്റെ നിയമങ്ങളും ഒക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഗവർണറുടെ പ്രാഥമികമായിട്ടുള്ള കടമ. അതിൽ ഗവർണർക്ക് വളരെ പരിമിതമായിട്ടുള്ള വിവേചനാധികാരങ്ങളുണ്ട്. ആ വിവേചനാധികാരം എപ്പോഴും ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണോ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രാഷ്ട്രപതിക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു നിയമം റിസർവ് ചെയ്യേണ്ടത് എന്ന വിഷയം പോലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഭരണഘടനാപരമായ ഉയർന്ന പദവിക്കുന്ന ഒരാൾ ഗവർണർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പാലിച്ചു പോന്നിരുന്ന രാഷ്ട്രീയ ഐഡിയോളജിക്കലായിട്ടുള്ള വിശ്വാസ ക്രമങ്ങളൊന്നും ഗവർണറുടെ പദവിയിലിരിക്കുമ്പോൾ ഗവർണറുടെ ഓഫീസിലോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഗവൺമെന്റ് നടപടികളിലോ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. ഈ ഭാരതാംബ എന്ന ചിത്രം ഒരുപക്ഷെ ഏതെങ്കിലും പാർട്ടിയുടെ കാര്യാലയത്തിലോ വ്യക്തികള് അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളിലോ വെക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ ഭാരതത്തിന്റെ ഒരു നിയമത്തിലും ഇന്ത്യയില് ഫ്ലാഗ് കോഡ് അനുസരിച്ചോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ടേബിൾ ഓഫ് പ്രസിഡൻസ് അനുസരിച്ചോ ഒന്നും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതില് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ പ്രിയാമ്പിള്, നമ്മുടെ ഭരണഘടനയുടെ മുഖവുര അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒരു പക്ഷേ രാഷ്ട്രപതിയുടെ ചിത്രം, മഹാത്മാഗാന്ധിയുടെയോ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ ചിത്രം വെക്കുന്നതിന് തടസ്സമില്ല. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് ഈവൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് പോലും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിലുപരിയായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയധാര പിന്തുടരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ചിത്രം വെച്ചിട്ട് അത് നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ ഗവർണർ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗവർണർ ഒരു പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ ആകാൻ പാടില്ല. ഗവർണർ എപ്പോഴും ഭരണഘടനാപരമായി ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന് ഗവർണർക്കെതിരെ ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 361 പ്രത്യേക പരിരക്ഷയുണ്ട്. ഗവർണറുടെ സ്ഥാനം വഹിക്കുമ്പോൾ ക്രിമിനൽ ആയിട്ടുള്ള ഒരു കേസും ഒരു കോടതിയിലും നിൽക്കില്ല. സിവിൽ കേസുകൾ പോലും വളരെ ചുരുക്ക സാഹചര്യങ്ങളിൽ പ്രത്യേക അനുമതിയോടുകൂടിയൊക്കെയാണ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കില്ല. പക്ഷേ ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്, സംസ്ഥാന ഗവൺമെന്റിന് ഗവർണർ നിർബന്ധം പിടിക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. കാരണം ഗവർണർക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഗവർണർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം. അതല്ലാതെ ഗവർണർക്ക് നിർബന്ധം പിടിച്ച് ഇങ്ങനെയൊരു എംബ്ലം, ഇങ്ങനെയൊരു ചിഹ്നത്തെ നിങ്ങൾ ആദരിക്കണമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയ്ക്ക്, മന്ത്രിമാർക്കൊക്കെ വിട്ടുനിൽക്കാവുന്നതാണ്. പിന്നെ പരാതി രേഖാമൂലം രേഖപ്പെടുത്താവുന്നതുമാണ്.